ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഒരു ബ്രെഡ് പുഡിംഗ് ഉണ്ടാക്കിയാലോ. ബ്രെഡ് പുഡിംഗ് തയ്യാറാക്കുന്നതിനായി 5 സ്ലൈസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ബ്രൗൺ കളറിലുള്ള ഭാഗം 4 സൈഡും നമുക്ക് ഇങ്ങനെ മുറിച്ചു മാറ്റാം. ഇനി നമുക്ക് ഈ ബ്രെഡ് പീസ് ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് മിക്സിയിൽ പൊടിച്ചെടുക്കാം. അതിനുശേഷം കാരമൽ തയ്യാറാക്കാൻ വേണ്ടി 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് അടുപ്പിൽ വെച്ച് ചൂടാക്കിയെടുക്കാം. ബ്രൗൺ കളർ ആകുന്നത് വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ക്ഷമിക്കണം കൂട്ടുകാരെ, ഞാൻ എത്ര ശ്രമിച്ചിട്ടും പഞ്ചസാര ബ്രൗൺ കളർ ആയില്ല. അതിൻ്റെ റീസൺ അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. തയ്യാറായ കാരമൽ ഞാനൊരു പാത്രത്തിൽ ഒഴിച്ച് സ്പ്രെഡ് ചെയ്തെടുത്തു. ഇനി നമുക്ക് മറ്റൊരു പാൻ എടുത്ത് 2 ഗ്ലാസ് പാൽ കൂടെ അതിൽ ചേർത്ത് കൊടുക്കാം. പാൽ ചെറുതായി ചൂടായി വരുമ്പോഴേക്കും 5 മുതൽ 6 വരെ ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇത് അത്യാവശ്യം നല്ല മധുരം തന്നെ ഉണ്ടാവും. കുറച്ച് പാലോ വെള്ളമോ എടുത്ത് 1.5 സ്പൂൺ കസ്റ്റാർഡ് പൗഡർ കൂടെ നമുക്ക് അതിൽ മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി പാല് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് പൗഡർ കൂടെ മിക്സ് കൂടെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ പൊടി കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കാം. ഇത് കൈയടക്കാതെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. പെട്ടെന്ന് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ കുറുകി വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് പകർത്തി വയ്ക്കാം. നമുക്കിതിൻ്റെ മുകളിൽ ഒരു അലൂമിനിയം ഫോയിൽ പേപ്പർ കൂടെ വെച്ച് നമുക്ക് ഇത് ആവിയിൽ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി വയ്ക്കാം. ഇത് ഒരു 10-15 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. അതിനുശേഷം ചൂട് മാറിയതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ തണുപ്പിക്കാൻ വയ്ക്കാം. തണുപ്പധികം താല്പര്യമില്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ നമ്മുടെ ബ്രെഡ് പുഡിംഗ് തയ്യാറായിട്ടുണ്ട്. കാരമലിന് കളറില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ വെളുത്തിരിക്കുന്നത്. ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും കൂടെ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.